ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വേവ്സ് ഓഫ് അസ്. സോ ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു നാളെ എന്തായാലും സ്കൂൾ തുറക്കുവാണല്ലോ, അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്നേക്കുവാണ്. സോ അതിൻ്റെ ഐറ്റംസ് ഒക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ 2 കവേഴ്സാണ് നമുക്കുള്ളത്. ഇതിനകത്ത് മൊത്തം സാധനങ്ങളാണ്. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ് ടു ഓപ്പൺ ഇറ്റ്. കാരണം എനിക്ക് ഒന്നുകൂടെ കാണണം. ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തെങ്കിൽ പോലും എനിക്ക് ഒന്നുകൂടെ കാണണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെ ഇതായിക്കോട്ടെ. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യമുള്ള പാക്കറ്റ് ഇതാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം ബുക്സാണ് ഗൈസ്. എനിക്ക് ഈ വർഷത്തേക്ക് വേണ്ട എല്ലാ ബുക്കും ഇതിൻ്റെ അകത്തുണ്ട്. സോ ഞാൻ ആദ്യം മേടിച്ചത് ഈ പേപ്പർ ഗ്രിഡിൻ്റെ 6 എണ്ണമുള്ള 2 സെറ്റാണ്. ഇത് ലൈൻഡാണ്. അൺറൂൾഡായിട്ടുള്ള ബുക്ക് ആ കടയിലുണ്ട്. എനിക്ക് ലൈൻഡ് വേണ്ടതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. പിന്നെ ഞാൻ മേടിച്ചത് ഈ ഒരു ബുക്കാണ്. ഇത് 3 എണ്ണം. ഇത് എനിക്ക് അവിടെ ഇച്ചിരി വെറൈറ്റി പോലെ തോന്നി. കാരണം വിട്ട് നല്ല കുറഞ്ഞിട്ട് ഇച്ചിരി ലെങ്തുള്ള പോലത്തെ ബുക്ക്. സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് എടുത്തുകൂടാന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ അത് എടുത്ത്. പിന്നെ നമ്മൾ ഒറ്റ മൈൻഡ് ആൾക്കാരാണല്ലോ. പിന്നെ ഞാൻ ഈ 2 പേപ്പർ ഗ്രിഡിൻ്റെ 2 ബുക്ക് എടുത്തു. ഇതാണെങ്കിൽ അൺറൂൾഡാണ്. സോ നമുക്ക് മാത്സ് ഒക്കെ എഴുതാം. അത് മാത്രമല്ല മാത്സിനൊക്കെ കുറേ ബുക്ക് അവസാനം വേണ്ടി വരും. സോ റിവിഷൻ ടൈമിലൊക്കെ വലിയ വലിയ ബുക്കാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്തുകൊണ്ടൊക്കെ പോകാൻ പറ്റുമല്ലോ. ഗൈസ്, അടുത്തത് ഈ ലഞ്ച് ബോക്സാണ്. ഈ വർഷം എനിക്ക് ലഞ്ച് ബോക്സ് വന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഞാൻ ഈ ലഞ്ച് ബോക്സും ഈ കുപ്പിയും കൂടി മേടിച്ചു. ഗൈസ്, കുപ്പി എന്ന് പറഞ്ഞാൽ എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം എനിക്ക് ഇങ്ങനത്തെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ സിപ്പർ ടൈപ്പ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വെള്ളം കുടിക്കണം എന്നൊരു ഇത് വരും. ഇതിവിടെ കുറേ ഈ മോട്ടിവേഷൻ പോലൊക്കെ എഴുതിയിട്ടുണ്ട്. പ്ലസ് ഇത് 1 ലിറ്ററിൻ്റെ ആണ്. ആ ലിറ്റേഴ്സ് ഇതുപോലെ എഴുതിയിട്ടുണ്ട്. സോ ഇനി ആ ലഞ്ച് ബോക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഗൈസ്, നല്ല ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലഞ്ച് ബോക്സ് തന്നെ. ഇതിപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ അടിഭാഗം വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ആൻഡ് മുകൾ വശം വരുന്നത് നമ്മുടെ അടപ്പ് വരുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ്. സോ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ തന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടും. നല്ല സ്പേസും ഉണ്ട്. നമുക്ക് ഇഷ്ടംമാതിരി ചോറും കറി എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോകാം. പക്ഷേ കമ്പാർട്ട്മെൻറ്റ്സ് ഒന്നും ഇല്ല. പക്ഷേ അത് വേണമെന്ന് എനിക്ക് വലിയ നിർബന്ധം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെത്താൻ. മറ്റേത് ഇച്ചിരി ലുക്കും ഉണ്ട്, നല്ല കാണാനും ലുക്കുണ്ട്. സോ നമുക്കിത് കാണുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ തോന്നുമല്ലോ. സോ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് സാധനം ഡോംസിൻ്റെ ഈ ബ്രഷ് പെൻസാണ്. ഗൈസ്, ഈ പേസ്റ്റൽ സാധനം എന്നെ അടിപൊളിയാന്ന് പറയും. ഞാൻ കുറേ നാളായിട്ട് ഇത് വേണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇന്നാണ് എനിക്ക് സാധനം കിട്ടിയത്. ആൻഡ് ഇത് സാധാ കളേഴ്സുള്ളതും ഞാൻ മേടിച്ചു. സോ ഞാൻ ഇത് നിങ്ങളെ കാണിക്കും വേണ്ടി ഞാൻ 2-3 എണ്ണം ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഗൈസ്, ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് എൻ്റെ പൊന്നോ, ഈ നമ്മളൊക്കെ ക്രാഫ്റ്റും അതുപോലെ തന്നെ ജേണലും ഈ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യാനുള്ള പിള്ളേരല്ലേ. സോ നമുക്കെല്ലാവർക്കും ഇത് നിങ്ങൾ കണ്ണും പൂട്ടി നിങ്ങൾ ഈ സാധനം മേടിച്ചു. സാധാ സ്കെച്ചിങ് മേടിക്കുന്നതിനേക്കാൾ അടിപൊളിയാണ് ഈ ബ്രഷ് പെൻസ്. ഗൈസ്, നല്ല സ്മൂത്തായിട്ട്, അതും എല്ലാം അടിപൊളി ഷെയ്ഡ്സ്. ഇത് എനിക്ക് തോന്നുന്നു വീഡിയോയിലും കാണുന്നതിനേക്കാൾ നേരിട്ട് കാണാൻ സെറ്റ് സാധനമാണ്. നമ്മൾ കാണുമ്പം തന്നെ ഒരു കൊതി വരും. ദെൻ ഇത് അസൈൻമെൻ്റ് ഒക്കെ ഇതുകൊണ്ടൊക്കെ ചെയ്താൽ പിന്നെ പറയണ്ട, നമുക്ക് ഫുൾ കിട്ടും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ വയലറ്റ്, അതായത് എന്ത് സ്മൂത്തായിട്ടെന്ന് പറയുക. ബ്രഷ് പെൻ എന്ന് പറയുമ്പം സ്മൂത്തായിട്ട് നമുക്ക് എഴുതി പോകാം. നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി നിങ്ങൾ സാധാ സ്കെച്ച് പെന്നിൽ നിന്നൊക്കെ ഈ ബ്രഷ് പെന്നിലോട്ട് മാറണം. കാരണം കുറേ പേര് ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇത് പ്രൈസിന് വെർത്തായിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് ഒരു റിഗർട്ട് ഒന്നും അടിക്കത്തില്ല ഇത് മേടിച്ചല്ലോ എന്നൊരു സാധനവും നിങ്ങൾക്ക് തോന്നത്തില്ല. ഗൈസ്, പിന്നെ ഞാൻ ഇതുകൊണ്ട് 2-3 വേർഡ്സൊക്കെ എഴുതുന്നുണ്ട്. ഗൈസ്, കൈയക്ഷരം വൃത്തിയായിട്ടൊട്ട് നിങ്ങൾക്ക് തോന്നുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾ സ്കെച്ചൊക്കെ മാറ്റിയിട്ട് ഇത് ഉപയോഗിക്കുക. കാരണം ഇതും കൊണ്ട് എത്ര കൈയക്ഷരം വൃത്തിയായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നല്ല രസമായിട്ട് ഇതും ഈ 2ഉം. ഇതിപ്പോൾ സാധാ ഇതാണ്. ഇതിൻ്റെ അകത്തും 12 കളർ തന്നെ ഉണ്ട്. 12 എണ്ണം ആണ് കളേഴ്സ് വരുന്നത്. ബാക്കി 2 എണ്ണം ബ്ലെൻഡ്, ബ്രഷും അതുപോലെ തന്നെ സിൽവർ, അങ്ങനെ ടോട്ടൽ 14 വരുന്നത്. പിന്നെ ഈ ക്യാമലിൻ്റെ ഈ വാട്ടർ കളർ ട്യൂബ്സ് ഞാൻ മേടിച്ചു. ഇതിനകത്ത് ടോട്ടൽ 12 എണ്ണമാണ് വരുന്നത്. ഇത് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ അത് തീർന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് അവിടെ കണ്ടപ്പം പുതിയ ഒരെണ്ണം മേടിച്ചത്. പിന്നെ ഗൈസ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ മസ്റ്റ് ഹാവ് ആയിട്ടാണ്. കാരണം നമുക്ക് ഹൈലൈറ്റേഴ്സ് ഉപയോഗിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഇതൊക്കെ ഉപയോഗിച്ച് പഠിക്കാൻ തന്നെയുള്ള മോട്ടിവേഷൻ തോന്നും. ഇത് ഒരെണ്ണം മൊത്തം പേസ്റ്റൽ കളേഴ്സും മറ്റൊന്ന് സാധാ. അപ്പോൾ ഈ പേസ്റ്റൽ കളേഴ്സ് ആണെങ്കിൽ ടോട്ടൽ 5 എണ്ണമാണുള്ളത്. ഇത് എല്ലാം ഒന്നിനും മെച്ചം. ഇത് നിങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സിനോട് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ ബുക്കിൽ വരച്ച് പഠിക്കുമ്പോൾ തന്നെ നല്ല സുഖം കിട്ടും. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാ കളേഴ്സും ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. എല്ലാം ഒന്നിനൊന്നിനും വെച്ച് നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ്. എനിക്ക് പേസ്റ്റൽ ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, ബ്രൈറ്റിനേക്കാൾ. സോ എനിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ടൊരായിട്ടാണ്.
ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഹൈലൈറ്റ്. സോ ഇതിനകത്ത് ടോട്ടൽ 5 കളേഴ്സാണ് വരുന്നത്. ഗൈസ് ഞാൻ കണ്ടു വെച്ച് ഏറ്റവും എൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനത്തെ ഹൈലൈറ്റേഴ്സ് കാണുന്നത്. ഇതിൽ നമുക്ക് ഹൈലൈറ്റർ പ്ലസ് ഇറൈസർ, ഇത് ഇറൈസബിൾ ഹൈലൈറ്റേഴ്സാണ് ഗൈസ്. നമുക്ക് അറിയേണ്ടി വല്ലോ നമ്മൾ കൂടുതൽ വേണ്ടാത്ത പോയിൻറ്റ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടത് അതിൻ്റെ അടുത്ത ടിപ്പ് കൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ ഇറൈസ് ചെയ്യാനും പറ്റും. സോ ഇത് നല്ല ഒരു ഐറ്റമായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ലെങ്കിൽ മേടിക്കേണ്ട, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഇത് ഇച്ചിരി വെറൈറ്റി സാധനം കൂടാണല്ലോ. സോ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഡോംസിൻ്റെ ഈ പെൻസിൽ സെറ്റാണ്. ഇതിൻ്റെ അകത്ത് ഷാർപ്പനറും ഇറേസറും ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഗൈസ്. ഇത് വന്നപ്പോഴാണ് അറിഞ്ഞത്. പക്ഷേ ഇറേസർ ആണെങ്കിൽ നല്ല പർപ്പിൾ കളർ ക്യൂട്ടായിട്ടുള്ള ഇറേസർ. പെൻസിലിനൊക്കെ എനിക്ക് ഇറേസറാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിൻ്റെ അകത്ത് പെൻസിൽസ് ഉണ്ട്, നല്ല പേസ്റ്റൽ ഷെയ്ഡ്സുള്ള പെൻസിൽസ്. ഇത് പണ്ടോട്ട് ഉപയോഗിക്കുന്നതാണ്. സോ നല്ല ഒരു സാധനമാണ് കേട്ടോ ഇത്. പിന്നെ അടുത്തത് ഈ പെൻ സെറ്റ്. ഞാൻ ബ്ലാക്ക് പെന്നാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. സോ ഈ പെൻ സെറ്റും ഞാൻ മേടിച്ചു. പിന്നെ ഈ ഫെവിസ്റ്റിക്ക്, ഇത് ആർക്കും പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഗൈസ്. പിന്നെ ഞാൻ 2 ചീപ്പ് മേടിച്ചു. നല്ല ക്യൂട്ട് ചീപ്പായതുകൊണ്ട് ഞാൻ മേടിച്ചത്. സ്റ്റേഷനറി ആയിട്ടൊന്നും അല്ല, എന്നാലും ഇരിക്കട്ടെ. പിന്നെ സ്കെയിൽ, ഇതൊക്കെ സാധാരണ നമ്മൾ മേടിക്കുന്നതാണ് ഗൈസ്. പിന്നെ ഇതാണ് എൻ്റെ ക്യൂട്ട് റബ്ബർ. ഇത് എന്താ പറയണ്ടത്, എന്ത് രസം എന്നറിയുമോ ഗൈസ്. ഇത് ഇത് ഉപയോഗിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നല്ല ക്യൂട്ടായിട്ടൊരു സാധനം ഗൈസ്. പിന്നെ ഈ സ്റ്റിക്കി നോട്ട് ഞാൻ 2 മേടിച്ചു, കാരണം എൻ്റെ ഓൾറെഡി ഉള്ളത് തീരാറായിരുന്നു. സോ അതുകൊണ്ട് ഞാനത് മേടിച്ചു. പിന്നെ എന്താണ് ഗൈസ്, ഞാൻ ബ്ലാക്ക് പെന്നാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. സോ ഞാൻ അതിൻ്റെ ഒരു സെറ്റ് മേടിച്ചു. പക്ഷേ എന്നാലും നമുക്ക് ബ്ലൂ ഉപയോഗിക്കാൻ ഒരു കൊതി തോന്നിട്ടോ, അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത് ഗൈസ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സുള്ള കളേഴ്സ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എനിക്ക് പേസ്റ്റലിനോട് ഭയങ്കര പ്രാന്താണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ 2 ഹൈലൈറ്റേഴ്സ് കൂടെ മേടിച്ചു, കാരണം ഇത് ബ്രൈറ്റ് ഹൈലൈറ്റേഴ്സാണ്. പിന്നെ ഒരു CD മാർക്കറും, പിന്നെ ഈ ഹെയർ ബാൻഡ് ഗൈസ്, ക്യൂട്ട് ഹെയർ ബാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനൊക്കെ അഫോർഡബിൾ റേറ്റേ ഉള്ളൂ. നല്ല രസമാണ്, നമുക്ക് പോണിറ്റിലൊക്കെ കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കും കാണാൻ. അതുകൊണ്ട് ഞാൻ അതും മേടിച്ചു ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ച സാധനങ്ങൾ. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇത്ര തള്ളേണ്ട ആവശ്യമൊന്നുമില്ല ഗൈസ്. പക്ഷേ എൻ്റെ ചാനലിൽ എന്തെങ്കിലും ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതെല്ലാം ഇടുന്നത്. ഞാൻ ഇതിനു മുമ്പ് കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഇടാൻ വേണ്ടി എനിക്കൊരു ധൈര്യമില്ലായിരുന്നു. പിന്നെ ഇതിലെനിക്ക് മൈക്കില്ല. സോ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസും ക്ലാരിറ്റി ഇഷ്യൂസും ഒക്കെ കാണുമായിരിക്കും. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ തന്നെ നിങ്ങളങ്ങ് ക്ഷമിക്കുക, നമുക്ക് പിന്നെ ശരിയാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എല്ലാവരെയും പറയുന്ന പോലെ ഇതെല്ലാം അങ്ങ് ചെയ്തേക്കണം. ഇനിയും നിങ്ങൾക്ക്, ഞാനിപ്പോൾ +2-ലാണ്. സോ എനിക്ക് ഇനി കുറേ സ്റ്റഡി വ്ളോഗ്സും ഒക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളും എന്നെപ്പോലെ ഒരു സ്റ്റുഡൻറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ വർത്തായിരിക്കും.